ട്രാവലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഈ ബുൾജെറ്റിന്റെ ഫാമിലിക്കും ഒരു വലിയ നന്ദി പറയാണ്. കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് സപ്പോർട്ട് അറിയിച്ചു. അപ്പം അത് വലിയൊരു ഇൻസ്പിറേഷനാണ് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനും അതുപോലെ എന്താ പറയുക യൂട്യൂബിൽ മുമ്പോട്ട് പോകാനൊക്കെ ഈ ഒരു പ്രചോദനം നല്ലപോലെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഉണ്ണി ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഉണ്ണിയെ ഞാൻ വീണ്ടും എന്നെ പരിചയപ്പെടുത്താം. വൈഫുണ്ട് കൂടെ. ഞങ്ങൾ ഇന്നലെ പെങ്ങളുടെ വീട്ടിലായിരുന്നു. പെങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പെങ്ങളുടെ കുട്ടിക്ക് ഒരു കേക്ക് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. നിങ്ങൾ ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നുള്ളൂ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. അതിനുശേഷം നമുക്കിവിടെ ഒരാളെ പരിചയപ്പെടാനുണ്ട്. ഒരാളൊന്നൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോവാണ്. ആ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ആളെ കണ്ട് പരിചയപ്പെട്ടിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയിട്ട് ആദ്യം കണ്ടിട്ട് വരും. നമ്മളിന്ന് പ്രതീക്ഷ ഭായനെ യാത്രയാക്കാനാണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷ ഭായ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. സ്റ്റിക്കറൊക്കെ അടിച്ച് നല്ല പെടയൊക്കെ ഉണ്ട്. ഇതുണ്ടോ സൈഡിലൊക്കെ നല്ല ട്രാവൽ ബ്രോസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രാന്തൻ്റെ സ്റ്റിക്കർ ഉണ്ട്. ഇതുണ്ടോ ആള് ഇങ്ങനെ യാത്ര പോകാന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചത്ര ഇങ്ങനെ പ്രാന്താണെന്ന്. ആ ഒരു തോട്ടിലാണ് ആൾ പ്രാന്തൻ എന്നുള്ള പേരിട്ടത്. ട്രാവൽ ബോസിൻ്റെ സ്റ്റിക്കർ ഇവിടെ കാണാം. ഒരു കോയിൻസിഡൻസ് ഉണ്ട്. ഇവരുടെ വണ്ടിയുടെ നമ്പർ 4040 എൻ്റെ വണ്ടിയുടെ നമ്പർ 4141. അവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് പിന്നെ ഇതാളിവിടെ നിൽപ്പുണ്ട്. നമ്മൾ പുത്തൻപള്ളിയിലേക്കാണ് വന്നിരിക്കുന്നത്. പുത്തൻപള്ളിയുടെ അവിടെ വെച്ചിട്ടാണ് പുള്ളി യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളിക്കാരൻ നേരത്തെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ അടിച്ചിട്ടായിരുന്നു ഫാമിലിയുടെ കൂടെ. അത് ഈ വണ്ടിയിൽ തന്നെയാണ് പോയത്. ഇതിനകത്തൊരു ബെഡ് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് എൻ്റെ ഒരു ബാക്കിലെ സീറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ കിടക്കാൻ പറ്റുന്ന രീതിയിലൊരു സെറ്റപ്പാണ് ആൾ ചെയ്തേക്കുന്നത്. അത് ഈ സീറ്റിനെ നമുക്ക് ഈ ഹെഡ് റെസ്റ്റ് ഊരിയിട്ട് മലത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഇത് കിട്ടും. അപ്പോൾ കാല് ഈ സീറ്റിൻ്റെ മേലേക്ക് വെച്ചിട്ട് കിടക്കുന്നതാണ് പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതുപോലെ ഒരു സെറ്റപ്പാണ് ആൾ ഉദ്ദേശിക്കുന്നത്. അതായത് ആൾ ഇവിടെ കിടന്നിട്ട് കാല് ഈ സീറ്റിൻ്റെ മേലേക്ക് വയ്ക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സുസുക്കിയുടെ സ്വിഫ്റ്റാണ് ഈ വണ്ടി. പുള്ളിക്കാരൻ വണ്ടി എടുത്ത് പള്ളിയുടെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്താ പുത്തൻപള്ളിയുടെ ഇവിടെ എന്താ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ. പുത്തമ്പള്ളിയുടെ അവിടെ നിന്ന് ഇറങ്ങി വടക്കുന്നാഥൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പേര് അവിടെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവരും കൂടെ കണ്ടിട്ട് അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ്.
ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി പുള്ളിയാരുടെ മുമ്പിൽ പോകുന്നുണ്ട്. പ്രതീക്ഷ മച്ചാൻ്റെ വണ്ടി അങ്ങനെ നമ്മൾ വടക്കുന്നത് അതിൻ്റെ മുമ്പിൽ കൊണ്ടിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർക്കാരെല്ലാവരും ആദ്യം വണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇതുമാതിരി ഒരു വ്യൂ വേറെ എവിടെയും കിട്ടില്ല. ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുറച്ച് പേര് കൊണ്ടുപോയി പുത്തൻപള്ളിയിൽ കാണിക്കും, പള്ളിയിലിട്ട് ഫോട്ടോ എടുക്കും. ഇനിയിപ്പോൾ ആൾ ഇവിടെ നിന്ന് നേരെ വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോയി വൈഫിനൊക്കെ ഇറക്കിയിട്ട് അവിടെ നിന്നാണ് പോവുക. ഇവിടെ നേരിട്ട് പോവല്ല, ലഗേജ് ഒന്നും കയറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. കേരള ടോർക്ക് റൈഡേഴ്സിൻ്റെ കുറച്ച് ആൾക്കാരും കൂടെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതാണ്ടില്ലേ നമ്മുടെ പ്രതീക്ഷ ഭായി അവിടെ നല്ല കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് കേക്ക് കെട്ടി വേണ്ടി ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും വേണ്ടിട്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അല്ല, വിറ്റ് വിറ്റ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ട്രാവലിംഗ്, ഹാപ്പി ട്രാവലിംഗ്. ആ അങ്ങനെയും പറഞ്ഞോളൂ. അപ്പൊ കേക്ക് ചെറുതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചെറിയ 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 പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇടി കൂടരുത്, അതിനുള്ള സാധനം ഇല്ലാന്ന്. അത് തന്നെ. കേക്ക് പൊട്ടിച്ചിട്ട് ആദ്യമായിട്ട് നമ്മള് പൊട്ടിയായി പോയി നിതയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്നും കുഞ്ഞ പീസ്, ബാക്കി സ്ഥലം നീ സ്പേസ് ബാക്കി ഒരു ലേശം ഞാൻ കഴിച്ചതിന് ശേഷം അതെ എല്ലാവർക്കും എല്ലാവരും എല്ലാവർക്കും കേക്ക് കൊടുക്കുക, എല്ലാവർക്കും കേക്ക് കൊടുക്കുക. എല്ലാവരും കേക്ക് കഴിക്കും, കേക്ക് കഴിക്കും. നമ്മുടെ പ്രതീക്ഷ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്മസിന് ആളുകൂടി ഉണ്ടാവില്ല. അപ്പോൾ അതിന് അനുബന്ധമായിട്ട് ആൾ ക്രിസ്മസ് കേക്ക് ഇത്തിരി നേരത്തെ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കേരള ടോർക്ക് റൈഡേഴ്സിൻ്റെ ചെറിയൊരു സ്റ്റണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു, ബൈക്ക് സ്റ്റാൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഇതാണ് നമ്മുടെ ശക്തൻ്റെ സൈഡിലേക്കുള്ള വ്യൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രതീക്ഷമായി 2 വാക്ക് സംസാരിച്ചത് എന്തൊക്കെയാണ് പ്ലാനുകൾ, നമ്മൾ എവിടേക്കാണ് ഏതൊക്കെ റൂട്ടാണ് പോകാൻ പോകുന്നത്? നമ്മൾ ഈ പ്രാവശ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നേരെ പാലക്കാട്, കോയമ്പത്തൂർ, അതുപോലെ തന്നെ സേലം, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അവിടുന്ന് നേരെ അങ്ങനെ ഡൽഹി ടു മണാലിയാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. മണാലിയിൽ സ്നോഫോൾ കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഒരു നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്ന സംഭവം. അത് കഴിഞ്ഞ് നമ്മൾ ഉത്തരാഖണ്ഡ് കൂടിയിട്ട് അങ്ങനെ ഇറങ്ങി നമ്മുടെ മേഘാലയ, മണിപ്പൂർ, മിസോറാം അങ്ങനെ കൂടിയിട്ട് നേരെ താഴത്തേക്ക് വിശാഖപട്ടണം വഴിക്ക് തിരിച്ച് അങ്ങനെ ഇറങ്ങി പോരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കൾച്ചർ, അതായത് എന്താ പറയുക, ഗ്രാമങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ തനിയെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമുണ്ട് വ്ലോഗ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിലും. അതുപോലെ തന്നെ ഗ്രാമത്തിലൂടെയൊക്കെ നമുക്ക് പേടിക്കാണ്ട് നടക്കാം. ഫാമിലി ആകുമ്പോൾ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ഗ്രാമങ്ങളിലൂടെ ഒന്നും വലിയ കാര്യമായിട്ട് കയറി ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാകും. അതിപ്പോൾ നമുക്ക് ഈ ഒരു യാത്ര പോയാലും 100% എന്താണ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഫാമിലി ആയിട്ട് ഗ്രാമമൊക്കെ കറങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ പ്രാവശ്യം പോയി വരുമ്പോൾ എന്തായാലും കാണാൻ കുഴപ്പമില്ല. താമസമൊക്കെ വണ്ടിയുടെ ഉള്ളിൽ തന്നെയാണ്. താമസമൊക്കെ വണ്ടിയുടെ ഉള്ളിൽ തന്നെയാണ്. ഭക്ഷണം പുറത്തുനിന്ന്. അതിപ്പോൾ ഭക്ഷണം നമ്മൾ അങ്ങനെ വലിച്ചു വാരി കഴിക്കുന്ന ഒരാളല്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ, ബോഡി കണ്ടു കഴിഞ്ഞാൽ അറിയാം. ശരിക്കും ഒരു കാർ ലൈഫ് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ താമസം ഫുഡ് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന്. ഫുഡ് ശരിക്കും പറഞ്ഞാൽ കാർ ലൈഫ് തന്നെയാണ്. ഫുഡൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ട് ഒരുവിധം. ഞാൻ കുറേ കരുതിയിട്ടുണ്ട്. അതുപോലെ ബിസ്ക്കറ്റ്സും റസ്കും സകല സാധനം ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വണ്ടിയിൽ ഒറ്റൊരു ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിച്ചു പോയോ. ഞാനും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന് പ്ലാൻ ഉണ്ട്. ഒരു പക്ഷേ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന് വിചാരിക്കാം. 40ന്റെ പുറകെ 41 വരുമെന്ന് വിചാരിക്കാം. അതെ. അപ്പം എല്ലാ ആശംസകളും. അപ്പം ഞാനും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാരണം കുറേ സമയമായി നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം സ്പെൻഡ് ചെയ്തു. അപ്പോൾ എല്ലാ ആശംസകളും. നമ്മുടെ വീഡിയോയുടെ പേര് ട്രാവൽ ബ്രോസ് എന്നാണ്. അതെ, ആരെങ്കിലും എന്റെ വ്ളോഗ് കാണുന്ന ആൾക്കാരെ പുള്ളിയുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താഴെ ടച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നല്ലത് വരട്ടെ. ഓക്കെ. എനിക്ക് കുറച്ച് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നമ്മുടെ കേരള ഓർഗനൈസർ ഉണ്ടായിരുന്നത് കുറച്ച് സമയം കൂടുതൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ 2 സ്ഥലത്ത് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. അപ്പോൾ ഇനി പുള്ളി ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിട്ട് വരട്ടെ. അപ്പോൾ ആൾക്ക് ഓൾ ദി ബെസ്റ്റ് പറയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പക്ഷേ കമൻറ്റിൽ അറിയിക്കണം എന്താണ് കാരണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.